ഇതിപ്പോ നമ്മൾ തമ്മിൽ പറഞ്ഞോണ്ടായില്ലല്ലോ. ആയിക്കോട്ടെ എന്നാല്. ഞാൻ പറയട്ടാ. ആയിക്കോട്ടെ, പറയാ. ശരി എന്നാല്. വലൈക്കും അസ്സലാം. ആരമ്മ കൊറേ നേരമായില്ലേ വിശേഷം പറിച്ചിൽ തുടങ്ങിയിട്ട്? അതൊന്നും പറയണ്ട എന്റെ മോളെ. നഫീസമ്മായിയാണ് വിളിച്ചത്. അന്ന് കല്യാണത്തിന് നമ്മളോട് പറഞ്ഞ കാര്യേ ഇജ്ജ് എന്റെ അടുത്തരോട് പറഞ്ഞു എന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. അമ്മായി വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കറിയാലോ, എല്ലാരും വിശേഷം കാര്യങ്ങളും ചോദിച്ചിട്ടേ വെക്കുള്ളൂ. റിയമോളെ കാര്യം അന്റെ അടുത്തരോടൊന്ന് പറഞ്ഞു വെക്കൂന്നേ പിന്നെ ഒന്ന് പറയാൻ വേണ്ടിട്ടാ ഇപ്പൊ വിളിച്ചത്. ഇന്റെ പഠിച്ചോനെ, അമ്മായി അപ്പൊ അത് വിട്ടിട്ടില്ലേ? എവിടെ വിടുന്ന്? ആ കുട്ടിയുടെ കല്യാണം ഇപ്പൊ നോക്കണില്ല, അത് പഠിക്കുകയാണ് എന്നൊക്കെ ഇന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ അന്നെ പറഞ്ഞു നോക്കിക്കണ്. ഇപ്പൊ നമ്മള് പറഞ്ഞിട്ടില്ലാച്ചാല് ഓരോ നമ്പർ ഒന്ന് തരുമോന്ന് ചോദിക്കാനാ വിളിച്ചിക്കണത്. സൽമാന്റെ ആഷിഖിന്റെ നമ്പർ കിട്ടുകയാണെന്ന് വെച്ചാല് ഓലിക്ക് അമ്മായി കൊടുത്തോളാ, ഓലെന്നെ വിളിച്ചു ചോദിച്ചോളൂ എന്നൊക്കെ. അമ്മായി ഇതിന്റെ ബാക്കിൽ കാര്യമായിട്ടാണല്ലോ. ഇനി ഓലെങ്ങാനും അമ്മായിക്ക് വല്ല കമ്മീഷനും കൊടുക്കാൻ പറഞ്ഞിക്കണ? അതൊന്നും ഇല്ലടി. അമ്മായിക്ക് പണ്ടേ ഇങ്ങനത്തെ കാര്യങ്ങളിലെ ഒരു പ്രത്യേക താല്പര്യാണ്. ഇതിപ്പോ ആ ചെക്കന്റെ പെരക്കാര് അമ്മായിനോട് 2-3 തവണ എത്ര ഒന്ന് ചോദിച്ചോക്കിയെന്ന് പറഞ്ഞത്. ഓൽക്കാണെങ്കിൽ റിയനെ കണ്ടപ്പോഴേ നല്ലോണം ബോധിക്കും ചെയ്തിക്കണ്. നല്ല കൂട്ടക്കാരാണത്രട്ടാ. നല്ല തറവാട്ടേരും അത്യാവശ്യം മുതലും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെന്നാ പറഞ്ഞത്. അമ്മായിക്കാണെന്നുണ്ടെങ്കിൽ അടുത്തറിയുന്ന ആൾക്കാരായതുകൊണ്ടേ ഇതിൽ വല്ലാത്തൊരു താല്പര്യം. അതാണ് ഇതിന്റെ പിന്നാലെ ഇങ്ങനെ കൂടിക്കണത്. അത് ശരി. അല്ലമ്മ, ചെക്കനെന്താ അത്ര ജോലിയൊക്കെ? അത് ഞാൻ ചോദിച്ചില്ല. നടക്കാൻ ചാൻസ് ഇല്ലാത്ത കാര്യമായതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതൽ ചോദിച്ചറിഞ്ഞിട്ടേ ഓൾക്ക് വെറുതെ ഒരു പ്രതീക്ഷ ആവണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ അതങ്ങോട്ട് ഒഴിച്ചു പാടുക ചെയ്തത്. ഇനിയിപ്പോ കുറച്ചു ദിവസം കഴിഞ്ഞാൽ വീണ്ടും വിളിച്ചു വരുമെന്ന് അള്ളാഹുവാലോ. അതും ശരിയാ. അല്ല, ആരിസ്ക്ക് കുളിക്കാൻ കയറിക്കണ? ഓൻ കുളിക്കാൻ കയറിക്കണേ. ഓന്റെ കുളി ഇനി വന്നാലേ നമുക്ക് എല്ലാവർക്കും കൂടി ചായ കുടിക്കാൻ നോക്കാം. കുട്ടി ഉണർന്നു കഴിഞ്ഞാലേ പിന്നെ അന്ന മര്യാദക്ക് ചായ കുടിക്കാൻ പോലും അയക്കൂല. എന്നാ ഞാൻ കയ്യൊക്കെ ഒന്ന് കഴുകട്ടെ.